അപ്പോൾ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. കാര്യമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചതായിട്ടാണ് പ്രൊമോയിൽ കാണുന്നത്. എന്താണ് എന്നുള്ളത് വ്യക്തമായ ഒരു ക്ലാരിറ്റി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സംഗതി പൂജയ്ക്ക് എന്തോ സംഭവിച്ചു, ഭയങ്കര പെയിനാണ്. പൂജ പൊട്ടി കരയുന്നുണ്ട്, പക്ഷെ കിടക്കുന്നതാണ്. മുടിയനാണ് ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് പറയുന്നത്, ബിഗ് ബോസ് പ്ലീസ് മെഡിക്കൽ റൂമിലേക്ക് വിളിക്കൂ, പൂജയ്ക്ക് ഭയങ്കര പെയിനാണ്, അനങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ എനിക്ക് തീരെ വയ്യ എന്ന് വാക്കുകൾ പോലും കറക്റ്റ് കിട്ടാതെയാണ് പൂജ കരയുന്നത്. മറുവശത്താണെങ്കിൽ സിബിൻ ആ ഡോറിന്റെ അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും പുറത്ത് പോയാൽ മതി, എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് സിബിന്റെ സീനും കാണുന്നുണ്ട്. എന്താണ് അപ്പൊ സംഭവിച്ചത് എന്നുള്ളത് നമുക്കത് മനസ്സിലാവുന്നില്ല. സിബിൻ ഓൾറെഡി ലാലേട്ടൻ വന്നും പവർ വീട്ടിൽ നിന്ന് പുറത്താണ്, ഡയറക്റ്റ് നോമിനേഷനിലുമാണ്. സോ നമുക്ക് കണക്ഷൻ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല, അതിന് തക്ക എന്ത് സംഭവിച്ചു എന്നുള്ളത്. അതിനുശേഷം ഈ മെഡിക്കൽ റൂമിൽ നിന്ന് എല്ലാവരും വരുന്നു, സ്ട്രെച്ചർ കൊണ്ടുവരുന്നു, പൂജയെ അതിലേക്ക് കിടത്തുന്നു, കൊണ്ടുപോകുന്നു. കുറേ പേരാണ് വരുന്നത്, എന്നിട്ടാണ് തൂക്കി സ്ട്രെച്ചറിൽ കിടത്തി കൊണ്ടുപോകുന്നത്. സിബിനാണെങ്കിൽ പൊട്ടി കരയുന്നുണ്ട്. എന്നിട്ട് സെബിനെ കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ച് ബിഗ് ബോസ് സംസാരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്താണ് എന്നുള്ളത് അറിയുന്നില്ല. ഇതിൽ രണ്ട് കാര്യങ്ങൾ മുഖ്യമായിട്ട്, പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ ക്ലാരിറ്റി നമുക്ക് നാളെ ലൈവ് കണ്ടാലാണ് അത് പറയാൻ പറ്റുക. ഒന്ന് പൂജയ്ക്ക് എന്ത് സംഭവിച്ചു, എന്താണ് ഇനി അങ്ങനെ ഫിസിക്കലി എന്തെങ്കിലും സംഭവിക്കാൻ, പെയിൻ ആണ്, നടക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതാണ് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത്. സോ നമുക്കത് ലൈവിൽ മാത്രമേ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആകാംക്ഷയുള്ള പോലെ തന്നെ ഞാനും ആകാംക്ഷയിലാണ്. എന്താണ് അതിന് മാത്രം എന്ത് സംഭവിച്ചു, ഇത്രയും പെയിൻ എടുക്കാൻ എന്ത് സംഭവിച്ചു? എല്ലാവരും കരയുന്നുണ്ട്, ശരണ്യയും കരയുന്നുണ്ട്. ഒരു വശത്ത് അത്രയും തകർന്നാണ്, സ്ട്രോങ് ആയ സിബിൻ പോലും തകർന്നാണ് കാണുന്നത്. അപ്പൊ അതാണ് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.